അപ്പോൾ ഇതാണ് നമ്മുടെ ഹണിവെൽ ക്യാമറയുടെ വ്യൂ വരുന്നത് കേട്ടോ. നല്ല ക്ലാരിറ്റി ഉള്ളൊരു മോഡലാണ്. ഞാനിപ്പോൾ ഈ ഒരു റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ റെക്കോർഡർ ഉപയോഗിച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു സ്ക്വയർ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്ക്വയർ മാർക്കിംഗ് ഇപ്പോൾ ഇദ്ദേഹം പോകുന്നതിന് മുന്നേ ഇതൊരു ഗ്രീൻ കളറായിരുന്നു. ഇപ്പോൾ ആളങ്ങോട്ട് മൂവ് ചെയ്തതിന് ശേഷം ഒരല്പസമയം കഴിയുമ്പോൾ ഇത് ഗ്രീൻ കളറിലേക്ക് തന്നെ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഈ ഒരു റെഡ് സ്ക്വയർ മാർക്ക് ജസ്റ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ ഇത് ഗ്രീൻ കളറിലായി. അതായത് ഇവിടെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ പ്രസൻസ് ഉള്ളപ്പോൾ, ഒരു ഒബ്ജക്റ്റിൻ്റെ പ്രസൻസ് ഉള്ളപ്പോൾ, മനുഷ്യൻ്റെ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഒബ്ജക്റ്റിൻ്റെ പ്രസൻസ് ഉള്ളപ്പോൾ ഈ ഒരു സ്ക്രീൻ, അതായത് ഈ ഒരു സ്ക്വയർ മാർക്ക് ഗ്രീൻ കളറിൽ നിന്ന് റെഡ് കളറിലേക്ക് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് മാത്രമല്ല ഇവിടെ താഴെ അപ്പോൾ നമുക്ക് ഇൻ്റലിജൻറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ താഴെ നിങ്ങൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഒരു അലാം നമുക്ക് വരുന്നുണ്ട്. ഈ ഒരു അലാം ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ടൈമിലുള്ള ആക്ടിവിറ്റി ഇവിടെ കാണാൻ കഴിയും. കണ്ടോ, ഒരാളിപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് നടന്നു വന്നതാണ് നമ്മൾ ഈ കണ്ടത്. ഈ ഒരു റിയൽ ടൈമിൽ ഇതിൻ്റെ വീഡിയോ റെക്കോർഡാവുന്നത് കൂടാതെ തന്നെ, അതായത് മോഷൻ ഡിക്റ്റേഷൻ റെക്കോർഡാവുന്നത് കൂടാതെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ ഓഡിയോയും കേൾക്കാൻ കഴിയും. യാതൊരു നോയ്സും ഇല്ലാത്തൊരു ഓഡിയോയും നമുക്ക് കേൾക്കാൻ കഴിയും. കണ്ടോ, ഒരാളങ്ങോട്ട് കടന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇനി രണ്ടാമത് ഞാൻ ഇവിടെ ഒരു റെഡ് ലൈൻ, നിങ്ങൾക്ക് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് റെഡായിട്ടാണ് ഇത് കാണുന്നത്. ഒരല്പസമയം കഴിയുമ്പോൾ അതൊരു ഗ്രീൻ കളറിലേക്ക് മാറുന്നതായിട്ട് കാണാൻ കഴിയും. ഇപ്പോൾ ഇവിടെ നിന്ന് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു അല്പസമയം കഴിയുമ്പോൾ ഗ്രീൻ കളറായി. കണ്ടോ, അപ്പോൾ ഞാനിപ്പോൾ എന്താണ് ഇത് ചെയ്തേക്കണമെന്ന് വെച്ചാൽ ഇതൊരു ട്രിപ്പ് വയർ പ്രൊട്ടക്ഷനാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അതായത് ഇത്രയും ആളുകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ യാതൊരു പ്രശ്നവും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇവിടെ നിന്ന് ആരെങ്കിലും അങ്ങോട്ട് പോയാൽ എനിക്ക് അലേർട്ട് കിട്ടുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു ലൈൻ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. കണ്ടോ, അപ്പോൾ ഇവിടെ നിന്ന് ഒരാൾ അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു ഗ്രീൻ കളർ മാറിയിട്ട് അത് റെഡായിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ആരെങ്കിലും അങ്ങോട്ട് പോകുന്നുണ്ടോ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് എറണാകുളത്ത് ആണ് നമ്മൾ ഇത് ക്യാമറ വെച്ചിരിക്കുന്നത്. അപ്പോൾ മെയിൻ റോഡാണ് ഈ കാണുന്നത്, SA റോഡാണ്. അപ്പോൾ ഇവരിപ്പോൾ അങ്ങോട്ടേക്ക് പോണ സമയത്ത് എന്താ സംഭവിക്കണം നോക്കാം. കണ്ടോ, ഇപ്പോൾ അങ്ങോട്ടേക്ക് പോണ സമയത്ത് അത് ഗ്രീൻ എന്നുള്ള പുള്ളിക്കാരി അത് മൊത്തം ടച്ചായില്ല. ഓക്കെ ഇതിപ്പോൾ കണ്ടു. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കൊരു അലേർട്ട് ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ആൾ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത്, അതായത് ആ ഒരു വ്യക്തി അങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിലാണ് അത് ട്രാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ആ ഒരു ലൈനിൻ്റെ അപ്പുറത്തോടെ അയാൾ പോയി. ഇതൊരു ഇമാജിനറി ലൈനായിട്ട് കേട്ടോ, അല്ല നമ്മളിവിടെ വരച്ചു കൊടുത്തേക്കണമെന്നല്ല, ഈ സ്ക്രീനിൽ മാത്രമേ ഈ ലൈനുള്ളൂ. ഇപ്പോൾ ഇയാൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാവും. നോക്കി ഇപ്പോൾ ഈ ഒരു ബ്ലാക്ക് ഷർട്ടുള്ള ആൾ അങ്ങോട്ട് പോകുന്നില്ല, അയാൾ ഇവിടെ തന്നെ നിൽക്കുവാണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ പുള്ളി അങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ ഈ ഒരു വ്യക്തി ഇപ്പോൾ അങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ആളങ്ങോട്ട് മൂവ് ചെയ്യണം, നോക്കിക്കോ. അത് നമുക്ക് അതിനകത്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കിത് ഇവിടെ ഒരു അലേർട്ട് ഇവിടെ വന്നേക്കണായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഞാൻ ഇത് ക്ലിക്ക് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഈ ഒരു അലേർട്ട് നമുക്കിവിടെ ഈ ആളങ്ങോട്ട് മൂവ് ചെയ്യണതിൻ്റെ അലേർട്ടാണ് വന്നത്, ആ റെഡ് കളറിൽ വന്നത്. കണ്ടോ, അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ ഒരുപാട് അലേർട്ടുകൾ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിപ്പോൾ നമുക്ക് ലൈവ് വ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിനൊരു പ്ലേ ബാക്ക് വ്യൂ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പ്ലേ ബാക്ക് എന്നുള്ള ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്ലേ ബാക്ക് വ്യൂ കാണാൻ കഴിയും. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് കമ്പ്യൂട്ടറിലാണ് കേട്ടോ. ഇത് നമുക്ക് NVR-ലല്ല ഞാനിപ്പോൾ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. NVR-ലും ഇതേ ഓപ്ഷൻസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണിപ്പോൾ പ്ലേ ബാക്ക് വ്യൂ ആയിട്ട് വരുന്നത്. നമുക്ക് ഇങ്ങനെ അല്ലാത്ത രീതിയിലും പ്ലേ ബാക്ക് എടുക്കാൻ കഴിയും. ഈ അലാം ഓപ്ഷൻസ് ഇവിടെ നിന്ന് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ക്വറി എന്നുള്ള ഓപ്ഷൻ ഇവിടെ സെർച്ച് കൊടുക്കാം, ടൈം വെച്ചിട്ട് സെർച്ച് കൊടുക്കാം. 124 ആളുകളാണ് ഇതുപോലെ മൂവ് ചെയ്തതൊക്കെ ആയിട്ട് നമുക്ക് കാണുന്നത്. ഇത് ഈ ക്യാമറ വെച്ചപ്പോൾ മുതലുണ്ടായിരുന്ന ഡേറ്റ ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ക്യാമറ വെച്ചപ്പോൾ മുതൽ ഇതിലൂടെ മൂവ് ചെയ്തിട്ടുള്ള വണ്ടികളും ആളുകളുമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഈ ഏത് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നമുക്ക് സൂം ചെയ്ത് നോക്കാൻ പറ്റും. ഇലക്ട്രോണിക് സൂം എന്നുള്ള ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കണ്ടോ, കറക്റ്റായിട്ട് ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നമുക്ക് കാണാൻ കഴിയും. ഇപ്പം ഞാനിപ്പോൾ ഒന്ന് പോസ് ചെയ്ത ശേഷം നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ പോസ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും ദൂരെ നിൽക്കുന്ന ആ ഒരു ബസ്സിൻ്റെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് കണ്ടോ, സിമ്പിളായിട്ട് നമുക്ക് കാണാൻ പറ്റും ആ ഒരു ബസ്സിൻ്റെ നമ്പർ. അതേപോലെ തന്നെ നമുക്ക് ഇതൊന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് ഓടിച്ചുകൂടാം. കുറച്ചുകൂടെ വേഗത്തിൽ വണ്ടി ഓടുമ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം. കണ്ടോ, ഇത് ഇത്രയും വേഗത്തിൽ ഓടുന്ന ഒരു വണ്ടിയാണ്, പക്ഷേ ആ വേഗത്തിൽ ഓടിപ്പോയ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വരെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്.
ഇത്രയും സ്പീഡിൽ ഓടിപ്പോണ ഏതെങ്കിലും ഒരു വണ്ടി. ഇത് അങ്ങ് ആ ഒരു സൈഡിൽ കൂടെ പോണതിൻ്റെ കാണാനുള്ള ചാൻസ് ഭയങ്കര കുറവായിരിക്കും കേട്ടോ. ഇപ്പോൾ ഇതിൽ വന്നുണ്ട് ഇത്രയും വേഗത്തിൽ ഓടുന്ന ഒരു വണ്ടിയാണ്. പക്ഷേ നമുക്കിത് നമ്പർ പ്ലേറ്റ് കാണാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ക്യാമറയാണ്. അതുപോലെ തന്നെ ഞാനത് കളറിൽ യാതൊരു മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. കളറിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അതെ ഇത്രയും വേഗത്തിൽ വന്ന ഒരു ഓംനി വാൻ കണ്ടോ. അത് എത്ര സ്പീഡിലാണ് പോകുന്നത് നോക്കി. ആ ഒരു സ്പീഡിൽ പോയാൽ പോലും നമുക്ക് ആ നമ്പർ പ്ലേറ്റ് ആ വണ്ടിയുടെ കാണാൻ കഴിയും കേട്ടോ. ഇത് നൈറ്റിൽ എങ്ങനെയാണെന്നുള്ള കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഇനി കാണിച്ചു തരാം. ഹലോ ഫ്രണ്ട്സ്, നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യുന്ന ആളുകൾ ഒറ്റ കാര്യം മാത്രമേ എന്നോട് പറയാറുള്ളൂ, ഏറ്റവും നല്ല പ്രോഡക്റ്റ് ആയിരിക്കണം, ഞങ്ങൾക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും വരാൻ പാടില്ല, വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 10 കൊല്ലത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത ടൈപ്പ് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അത് ഏതാണെന്ന് വെച്ചാൽ സജസ്റ്റ് ചെയ്യാനാണ് എന്നോട് എല്ലാവരും പറയാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോണത് ഹണിവെൽ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഇമ്പാക്റ്റ് സീരീസിൽ വരുന്ന, അതായത് ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടി ഹണിവെൽ നിർമ്മിച്ചിരിക്കുന്ന ഇമ്പാക്റ്റ് സീരീസിൽ വരുന്ന 2 ക്യാമറകളും ഒരു NVR-മാണ്. ഒരു 2 MB IP ക്യാമറയും അതുപോലെ തന്നെ ഒരു 4 MB IP ക്യാമറയും. ഓക്കെ, അപ്പോൾ നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഏറ്റവും ആദ്യം പറയുവാണെങ്കിൽ നമ്മുടെ ഈ ഹണിവെൽ എന്നുള്ള കമ്പനി ഉണ്ടല്ലോ, ഇതൊരു അമേരിക്കൻ ബ്രാൻഡാണ് കേട്ടോ. അതായത് ഒരു ചൈനീസ് ബ്രാൻഡോ ഇന്ത്യൻ ബ്രാൻഡോ അല്ല. അപ്പോൾ ഈ പ്രോഡക്റ്റുകൾ, അതായത് ഹണിവെൽ നിർമ്മിക്കുന്ന പ്രോഡക്റ്റുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള പ്രിസിഷൻ മെയ്ഡ് പ്രോഡക്റ്റുകളാണ്. ഉദാഹരണത്തിന് എയ്റോസ്പേസ് എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ എയ്റോസ്പേസ് എക്യുപ്മെൻറ്റ്സ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ പ്രത്യേകിച്ച് അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അങ്ങനെയുള്ള ഉപകരണങ്ങൾക്കൊക്കെ നല്ല ക്വാളിറ്റി ആവശ്യം. അപ്പോൾ അതേപോലെയുള്ള ഉപകരണങ്ങളൊക്കെ നിർമ്മിച്ച് നല്ല പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ് ഹണിവെൽ. അപ്പോൾ അവരൊരു ക്യാമറയുമായിട്ട് വരുമ്പോഴത്തേക്കും എന്തായാലും ക്യാമറയായിട്ട് വരിക എന്ന് പറഞ്ഞത് ഇപ്പോൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്യാമറയൊന്നും അല്ല, ഇതിവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ക്യാമറ തന്നെയാണ്. അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാരും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രൈസ് അല്ല ഫാക്ടർ, അവർക്ക് വേണ്ടത് നല്ല ക്വാളിറ്റി എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ക്യാമറ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് മറ്റുള്ള ബ്രാൻഡുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിൽ അത്രത്തോളം വലിയ പ്രൈസൊന്നും ഞാൻ നോക്കിയിട്ട് വരുന്നില്ല. വളരെ കുറഞ്ഞ പ്രൈസ് മാത്രമേ വരുന്നുള്ളൂ. കാരണം ഇതിൻ്റെ ക്വാളിറ്റി, അതായത് ഇതിൻ്റെ ഫീച്ചേഴ്സുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് നിങ്ങളും എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അത് സമ്മതിക്കുന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയമില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പോൾ ഏറ്റവും ആദ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഹണിവെല്ലിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രൊമോഷണൽ വീഡിയോ എന്നല്ല ഇത്. 2018 മുതൽ ഹണിവെൽ എന്നുള്ള കമ്പനിയെ പറ്റി എനിക്ക് അറിയാവുന്നതാണ്. ഹണിവെല്ലിൻ്റെ ക്യാമറകളാണ് ഞങ്ങൾ HOCയിൽ അമ്പലമൂട് ഫാക്ടറിയിൽ ഇൻസ്റ്റലേഷൻ ചെയ്തേക്കണം. അതായത് ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽ ഫാക്ടറി അമ്പലമൂട്, നിങ്ങൾക്ക് എറണാകുളത്തുള്ളവർക്ക് അല്ലെങ്കിൽ ആ പരിസരത്തുള്ളവർക്കൊക്കെ നന്നായിട്ട് അറിയാം. പൊതുമേഖലാ ഫീൽഡിലുള്ള, അതായത് പൊതുമേഖലയിൽ വരുന്ന ഏറ്റവും വലിയ ഫാക്ടറിയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ അസറ്റോൺ, അതുപോലെ തന്നെ ഫിനോൾ, പിന്നെ ഹൈഡ്രജൻ പെറോക്സൈഡൊക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ അതൊക്കെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ക്യാമറ, അവിടെ ഞങ്ങൾ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ഹണിവെല്ലിൻ്റെ ക്യാമറയാണ്. അപ്പോൾ അതുപോലെയുള്ളൊരു കെമിക്കൽ ഏരിയയിൽ ഇൻസ്റ്റലേഷൻ ചെയ്തിട്ട് പോലും ഒരൊറ്റ പ്രാവശ്യം പോലും, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഒരൊറ്റ പ്രാവശ്യം പോലും ഒരു ക്യാമറ പോലും കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ തിരിഞ്ഞു പോലും നോക്കേണ്ട വന്നിട്ടില്ല. പീരിയോഡിക്കായിട്ട് സർവീസും അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, AMC എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ക്യാമറയ്ക്ക് ഒരു കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം പോലും പോകേണ്ട വന്നില്ല. അപ്പോൾ അവിടെ ഞങ്ങൾ വെച്ചേക്കണമെന്ന് വെച്ചാൽ ഹണിവെല്ലിന് തന്നെ എഴുതിയേക്കുന്ന ക്യാമറകളാണ്. ഇത് ഹണിവെല്ലിന് എഴുതിയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഒപ്പം ഇമ്പാക്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇമ്പാക്റ്റ് സീരീസ്? ഇമ്പാക്റ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ക്ലൈമറ്റിന് ഉതകുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ ക്ലൈമറ്റിന് ചേരുന്ന രീതിയിൽ ഇന്ത്യയിലെ ആളുകളുടെ പർച്ചേസ് പവറിനെ പറ്റിയൊക്കെ റിസർച്ചൊക്കെ ചെയ്ത് ഇന്ത്യയിലെ ആളുകൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് കണ്ട് മനസ്സിലാക്കി നിർമ്മിച്ചേക്കണ ഒരു പ്രോഡക്റ്റാണ്. ഞാൻ പണ്ട് ഈ നമ്മുടെ OEM മാനുഫാക്ചേഴ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഓൺലൈനിൽ ഭയങ്കര വിലക്കുറവാണെന്നൊക്കെ പറഞ്ഞ് ക്യാമറ ഇട്ടേക്കണതൊക്കെ നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പേരിൽ ഒരു ക്യാമറ ഇറക്കി വരുന്ന ഒരു കമ്പനി, അവർ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും ആ പേര് അവർ നോക്കുന്നില്ല, അടുത്ത് കുറച്ചാൾ കഴിയുമ്പോൾ വേറൊരു പേരുണ്ടാക്കി അവരങ്ങോട്ട് വെക്കും. പക്ഷേ ഇത് ഹണിവെൽ എന്നുള്ള ഒരു കമ്പനി 130 കൊല്ലത്തോളം എങ്കിലും ആയിട്ടുണ്ടാവും ഈ ക്യാമറ നിർമ്മിക്കാൻ തുടങ്ങിയിട്ടല്ല. നിങ്ങൾക്കറിയാം ക്യാമറകൾക്ക് അത്രയും വർഷം പഴക്കമൊന്നുമില്ല, ഇതുപോലെയുള്ള ടെക്നോളജിക്കൽ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ നല്ല പേരുണ്ടാക്കിയെടുത്ത ഒരു കമ്പനി ഒരിക്കലും അവരുടെ പേര് ചീത്തയാക്കാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് നല്ല വിശ്വസിച്ച് വാങ്ങിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണിത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഏത് ക്യാമറയാണെങ്കിലും ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിനെപ്പറ്റി നല്ലപോലെ പഠിച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇന്ന് ഈ ഒരു ക്യാമറയുടെ വീഡിയോ ഞാൻ ഇന്ന് ചെയ്യുമ്പോൾ ഇതിനെപ്പറ്റി കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ഇതിന് ടെസ്റ്റ് അടിച്ച് നോക്കി, ഇതിനെ വ്യൂവിൽ കണക്ട് ചെയ്തിട്ട ശേഷമൊക്കെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ള 1-2 പോയിന്റുകൾ ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ,
ഏത് വീട്ടിൽ ക്യാമറ ചെയ്താലും ആ വീട്ടിലുള്ള ഗ്രഹനാഥൻ അല്ലെങ്കിൽ അതിൻ്റെ ഓണർ നമ്മളോട് ചോദിക്കാറുണ്ടെന്ന് വെച്ചാൽ ഈ ക്യാമറ വേറെ ആരെങ്കിലും കാണുവാണെങ്കിൽ, ഇതിപ്പം ഞങ്ങൾ ചെയ്തത് മാത്രമല്ല, പല ആൾക്കാർ എന്നെ വിളിച്ച് ഇങ്ങോട്ടും ചോദിക്കാറുണ്ട്, എൻ്റെ ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്ത ആൾക്കാർ ഇത് കാണുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്, അത് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. നിങ്ങൾ ഈ ഒരു ക്യാമറയാണ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് 100% നിങ്ങളോട് ഉറപ്പായിട്ട് പറയാൻ പറ്റും. കാരണം മറ്റൊരാൾ നിങ്ങളുടെ കൺസേൺ ഇല്ലാതെ ഒരിക്കലും ഈ ക്യാമറ ആക്സസ് ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും, അതായത് മെയിൽ ID യിലേട്ടോ ഒരു OTP വരും. ആ OTP നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ അയാൾക്ക് അത് കാണാൻ കഴിയുള്ളൂ. ഇനി നമ്മുടെ ഫോണിൽ തന്നെ നമ്മളതിന് ഓതറൈസേഷൻ കൊടുത്തു കഴിയുമ്പോൾ അവനത് കാണുന്നുണ്ടെങ്കിൽ എപ്പോൾ എടുത്താലും അതിനകത്ത് ആ ഒരു ടൈമിങ് നമുക്കവിടെ കാണിക്കും, ഏത് സമയത്താണ് അയാൾ ലോഗിൻ ചെയ്തത് എന്നുള്ള കാര്യം കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി അയാളെ വേണ്ടാന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യാം, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് നമ്മുടെ ഫോണിൽ കൂടെ തന്നെ റിമൂവ് ചെയ്ത് കളയാനും പറ്റും. അപ്പോൾ അത് ഒന്നാമത്തെ ഒരു പോയിൻ്റാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കും, അങ്ങനെയല്ലോ ഇത് മറ്റ് കമ്പനികൾക്കൊക്കെ അങ്ങനെ ഉണ്ടല്ലോ എന്ന്. ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഹിക്വിഷൻ്റെ ഒരു ക്യാമറയുടെ ഒരു യൂസർ ഐഡിയും പാസ്വേഡും എനിക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. ഞാൻ അതിൽ ലോഗിൻ ചെയ്യണ സമയത്ത് നിങ്ങളത് അറിയില്ല അതിനകത്ത് ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ടെന്ന്. അത് മാത്രമല്ല, ഞാനത് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അത് ഏത് ടൈമിലാണ് ലോഗിൻ ചെയ്തതെന്നും അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺ ഏതാണെന്നും അതിനകത്ത് കാണാൻ കഴിയും. അപ്പോൾ അത്രയും നല്ലൊരു ഫീച്ചർ വേറെ ഒരു മൊബൈൽ സോഫ്റ്റ്വെയറിലും ഒരു ക്യാമറ നിർമ്മിക്കുന്ന കമ്പനീസും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഈ ക്യാമറകൾക്ക് എല്ലാം തന്നെ ഇൻബിൽഡ് മൈക്ക് വരുന്നുണ്ട്. അപ്പോൾ സാധാരണ കേസിൽ നമ്മളിപ്പം മറ്റ് കമ്പനികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ പറയും മൈക്കുള്ള ക്യാമറയാണോ മൈക്കില്ലാത്ത ക്യാമറയാണോ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കൂടെ എൻ്റെ ഒരു ചേട്ടൻ വിളിച്ച് ചോദിച്ചേ ഉള്ളൂ, ഞാൻ ആ ഒരാളെ കൊണ്ട് ഒരു ക്യാമറ വെപ്പിച്ചിട്ട് എനിക്കിപ്പോൾ ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങൾ അതിൻ്റെ മോഡൽ നമ്പർ ഒന്ന് അയച്ചിട്ട് ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് മൈക്കുള്ള ക്യാമറ അല്ല വെച്ചേക്കണം. അപ്പോൾ മറ്റ് പല കമ്പനികളും സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റുകളൊക്കെ ഇൻബിൽഡ് മൈക്ക് ഉണ്ടെന്നുള്ള ഫീച്ചർ അവർ സ്പെഷ്യലായിട്ടാണ് ഓപ്ഷണലായിട്ടാണ് കൊടുക്കുന്നത്, എല്ലാത്തിലും അതില്ല. അപ്പോൾ ഈ ക്യാമറയാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ എല്ലാ ക്യാമറയ്ക്കും മൈക്ക് ഉണ്ടാവും, എല്ലാത്തിലും നല്ല ക്വാളിറ്റി ഉണ്ട് വീഡിയോയ്ക്ക്. പിന്നെ നിങ്ങൾക്കറിയാം ക്യാമറകൾ പൊതുവേ 2 ടൈപ്പുള്ളത്. ഇപ്പോൾ ഇത് ഒരു ബുള്ളറ്റ് ക്യാമറയാണ്, കാരണം ഇതിങ്ങനെ നീണ്ട ഒരു ഷേപ്പാണ്. ഈ ടൈപ്പ് ക്യാമറകൾ നമ്മൾ പൊതുവെ വയ്ക്കുന്ന വീടിൻ്റെ അല്ലെങ്കിൽ ഓഫീസിൻ്റെ ഒക്കെ ഔട്ട്സൈഡ് ആയിരിക്കും, പുറത്ത് വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്യാമറയാണ്. അപ്പോൾ നമുക്ക് ഇൻസൈഡ് വയ്ക്കുന്ന ക്യാമറകൾക്ക് എപ്പോഴും വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു നമ്മൾ വയ്ക്കുന്ന ക്യാമറയുടെ ആ ഒരു പരിസരം മൊത്തം നമുക്ക് കാണാൻ കഴിയണം. ഇപ്പോൾ നമ്മൾ മറ്റ് ബ്രാൻഡുകൾ ക്യാമറകളൊക്കെ പൊതുവെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4mm ലെൻസാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഒരു 3 അടി കഴിഞ്ഞിട്ടാണ് വ്യൂ അങ്ങ് തുടങ്ങുന്നത് തന്നെ. പക്ഷേ ഈ ഹണിവെൽ ഇമ്പാക്റ്റ് സീരീസിൽ വരുന്ന ക്യാമറകളുടെ ഇതിൻ്റെ അല്ല കേട്ടോ, ഞാൻ പറയുന്നത് ഇതിൻ്റെ അല്ല, ഡോം ക്യാമറയുടെ എല്ലാ ക്യാമറകളും തുടങ്ങുന്നതെന്ന് വെച്ചാൽ 2.8mm ലെൻസിലാണ്. ഇപ്പോൾ 2.8mm ലെൻസ് ക്യാമറ ആയതുകൊണ്ട് തന്നെ ആ ഡോം ക്യാമറ വയ്ക്കുന്ന ആ ഒരു റൂമിൻ്റെ ആ ഒരു എൻറ്റയർ സ്പേസ് നമുക്ക് മൊത്തം കവർ ചെയ്ത് കാണാൻ കഴിയുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ കേരളത്തിൽ പൊതുവെ 6 മാസം മഴയും 6 മാസം വേനലും അല്ലെങ്കിൽ മഴയില്ലാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ ഈ ഇമ്പാക്റ്റ് സീരീസ് വരുന്ന ക്യാമറകളൊക്കെ എന്ന് വെച്ചാൽ IP67 സ്റ്റാൻഡേർഡിൽ വരുന്ന ക്യാമറ ആയതുകൊണ്ട് വെതർ പ്രൂഫാണ്. ഇപ്പോൾ വെയിലോ മഴയോ കാര്യങ്ങളോ ഒന്നും ക്യാമറയ്ക്ക് ഒരു കുഴപ്പമില്ല. കാരണം പ്യുവർലി അതൊരു പോളിമർ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിക്കുന്നത്. അത് മാത്രമല്ല അതിനകത്ത് മെറ്റൽ ബോഡി വരുന്ന ക്യാമറകളും അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ വെതർ പ്രൂഫാണ്, ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്തേക്കണ ക്യാമറയാണ്. മഴയത്തോ വെയിലത്തൊന്നും വെച്ച് കഴിഞ്ഞാൽ അതും വെള്ളമോ കാര്യങ്ങളോ ഒന്നും കയറില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ക്യാമറകളൊക്കെ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ, അതായത് പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിലോ ഇൻസ്റ്റലേഷൻ ചെയ്യണമെങ്കിലോ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് കേരളം മൊത്തം ഇൻസ്റ്റലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെ ട്രെയിനിങ് കൊടുത്തേക്കുന്ന ആളുകളുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ എറണാകുളത്ത് വന്ന് നിങ്ങൾക്ക് ഇൻസ്റ്റലേഷൻ ചെയ്ത് തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഇൻസ്റ്റലേഷൻ ചെയ്യാൻ കഴിഞ്ഞേക്കും, പക്ഷേ അതിന് ശേഷം വരുന്ന സർവീസുകളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എറണാകുളം, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, തൃശ്ശൂർ അങ്ങനെയുള്ള തൊട്ടടുത്തുള്ള ഏരിയസ് മാത്രമാണ് ഞങ്ങൾ ഡയറക്റ്റ് പോയിട്ട് ഇൻസ്റ്റലേഷൻ ചെയ്യുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്കും ഒരുപാട് ജില്ലകളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ആ ജില്ലകളിലൊക്കെ നമുക്ക് ഇൻസ്റ്റലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ വന്ന് ഇൻസ്റ്റലേഷൻ ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് വന്ന് ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ സർവീസിന് ഡിഫിക്കൽട്ടി നേരിടാൻ, അതായത് സമയം കൂടുതലെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ തന്നെ ചാനൽ പാർട്ട്നേഴ്സ് ഉണ്ട്. നമ്മൾ കേരളം മൊത്തം ഞങ്ങൾക്ക് ചാനൽ പാർട്ട്നേഴ്സ് ഉണ്ട്. ഞങ്ങളുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ തന്നെ ട്രെയിനിങ് കൊടുത്തേക്കണ ഒരുപാട് ആൾക്കാർ. അപ്പോൾ അവർ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മുടെ അതേ ക്വാളിറ്റി തന്നെ, അതേ ക്വാളിറ്റിയും സ്റ്റാൻഡേർഡും ഫോളോ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലോ ഓഫീസിലോ എവിടെയാണെന്ന് പറഞ്ഞാലും കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇൻസ്റ്റലേഷൻ ചെയ്ത് തരും. സപ്പോർട്ടും കാര്യങ്ങളെല്ലാം അവർ തന്നെ നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റും കാര്യങ്ങളെല്ലാം ഞങ്ങൾ തന്നെ ആയിരിക്കും ഡെലിവറി ചെയ്യുന്നത്, വേറെ അവർ പ്രോഡക്റ്റ് എടുത്തിട്ടല്ല അത് ചെയ്യുന്നത്. ഇപ്പോൾ കേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മാത്രമായിരിക്കും അവർ കൊണ്ടുവരിക. ബാക്കി എല്ലാ പ്രോഡക്റ്റും, ജെനുവിനായിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും ഞങ്ങൾ തന്നെ സപ്ലൈ ചെയ്യും.
അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ഇട്ടാൽ മതി. അപ്പോൾ വിശദ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.